നമസ്കാരം. തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമൊന്ന് തണുത്തപ്പോൾ ആലപ്പുഴയിലെ CPM-നുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു. കുട്ടനാട്ടിൽ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെച്ചേക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നു. രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം വരുന്നു. LDF ആണ് രാമങ്കരി പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്തിൽ CPM അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDF അവിശ്വാസ പ്രമേയത്തിന് ഇപ്പോൾ നോട്ടീസ് നൽകിയത് എന്നതാണ് വിചിത്രമായ സാഹചര്യമായി മാറിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനുമെതിരെയാണ് നോട്ടീസ് നൽകിയത് പോലും. UDF-ൻ്റെ 4 അംഗങ്ങൾക്കൊപ്പം CPM-ൻ്റെ 3 അംഗങ്ങളും ചേർന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജുമോൻ, ഡെന്നി സേവ്യർ, സോളി ആൻ്റണി, ഷീന റജപ്പൻ എന്നീ UDF അംഗങ്ങളും KP അജയഘോഷും സൂര്യ ജിജിമോനും ബിൻസ് ജോസഫ് എന്നീ CPM അംഗങ്ങളുമാണ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഇവർക്ക് CPM പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളതാണ് സൂചന. കുട്ടനാട്ടിൽ CPM-നെ അല്ലെങ്കിൽ CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്ന ഏറെ നാളായിട്ട് നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നിരവധി സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചത് തന്നെ ഈ രാമങ്കരിയിലാണ്. 300ഓളം പേർ കുട്ടനാട്ടിൽ CPM വിട്ട് CPI-യുടെ ഭാഗമായിരുന്നു. CPM ടിക്കറ്റിൽ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് വസ്തുത. രാജേന്ദ്രകുമാറിനെ താഴെ ഇറക്കുവാൻ പ്രാദേശിക നേതൃത്വം ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ജില്ലാ നേതൃത്വത്തിൻ്റെ പിന്തുണ ഈ നീക്കത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പഞ്ചായത്ത് അംഗ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരുമെന്ന നിയമോപദേശം അത് കിട്ടിയതിനാൽ രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി CPI-യുടെ അംഗത്വം എടുത്തിട്ടുമില്ല. ഇവിടെ രാമങ്കരി പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് UDF ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. രാമങ്കരി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കി 2 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതാണ് ഇതിന് കാരണമായിട്ട് UDF ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടനാട്ടിൽ ഇടതുമുന്നണിയിൽ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത്? ഒരു കളമൊരുങ്ങുകയാണ് പൊട്ടിത്തെറിക്ക്. കാരണം LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഇങ്ങനെ CPM അംഗങ്ങളുടെ പിന്തുണയോടുകൂടി UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? CPI-ലേക്ക് കൂറുമാറിയ പ്രസിഡന്റിനെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് ശരിയാണോ? CPM അങ്ങനെ നടത്തിയാൽ തന്നെ അത് ശരിയായിട്ടുള്ള രീതിയാണോ? CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുണ്ടായിരിക്കുന്ന ആശയം, ആ ആശയങ്ങളൊക്കെ എവിടെ മറവ് ചെയ്തിട്ടാണ് അവർ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിശ്വാസ പ്രമേയം തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ട് ഒരു പ്രസിഡന്റിനെ താഴെ ഇറക്കിയാൽ തീരുന്ന രാഷ്ട്രീയ വൈരം മാത്രമാണോ ഇത്? അതോ വ്യക്തിപരമാണ്? പക്ഷേ ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന ലോക്സഭാ നിയോജക മണ്ഡലത്തിലും ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന ജില്ലയിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPM-നുള്ളിൽ നടക്കുന്ന പടലപ്പണക്കങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും അടക്കം കാണുന്നുണ്ട് എങ്കിൽ കൂടിയും പലരും പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ആലപ്പുഴയിലെ പൊട്ടിത്തെറിക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ആലപ്പുഴയിൽ G. സുധാകരൻ അടക്കമുള്ളവരുടെ തിരിഞ്ഞു നിൽക്കലുകൾ ഒരിക്കലും പാർട്ടിയോടും പാർട്ടി സംവിധാനങ്ങളോടും യോജിക്കാൻ കഴിയാതെ മുഖം തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്ന സഖാക്കളുടെ നാടായി ആലപ്പുഴ അടക്കം മാറുന്നു. ആലപ്പുഴയിലെ പൊട്ടിത്തെറി എന്ന് പറയപ്പെടുന്നത് വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPI ബന്ധത്തിൽ ആടിയുലയുക തന്നെ ചെയ്യും. അതിനകത്ത് വലിയ പൊട്ടിത്തെറികൾ തന്നെ ഉണ്ടാകും. മുന്നണി സംവിധാനം തന്നെ ഇല്ലാതാകും. ഒപ്പം CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ പോലും അത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് ആലപ്പുഴയിലെ ഈ അവിശ്വാസ പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇതൊരു ദുസ്സൂചനയാണ്. ഈ സൂചന കണ്ട് സംസ്ഥാന നേതൃത്വമടക്കം വലിയ നടപടികളെടുത്ത് പാർട്ടിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ പാർട്ടിയെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആടിയുലഞ്ഞ് പൊട്ടിത്തെറിച്ച് തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ.